ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോഡോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് എഡ്ജ്ബാസ്റ്റണിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിനം ടോസ് കിട്ടിയ ഇംഗ്ലണ്ട് ഇന്ത്യ ബാറ്റിങ്ങിനൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് മത്സരത്തിൽ കണ്ട പോലെ ചേസിങ് തന്നെയാണ് ഇംഗ്ലണ്ട് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ് എഡ്ജ്ബാസ്റ്റണിലൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുന്നേ പറയേണ്ട കാര്യം ടീം ഇന്ത്യയിൽ വന്ന ചേഞ്ചസ് ആണ്. രവി ശാസ്ത്രി വരെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ബോളറുണ്ട്, സ്റ്റിൽ നിങ്ങൾ 7 ദിവസം ഗ്യാപ്പ് 2 ടെസ്റ്റുകൾ തമ്മിലുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഏറ്റവും മികച്ചൊരു ബോളറെ നിങ്ങൾ പുറത്തിരുത്തിയേക്കുന്നത് എന്നുള്ളത് ഗംഭീറിനുള്ളൊരു ചോദ്യമായിരുന്നു രവി ശാസ്ത്രിയുടെ. അത് മാച്ച് പ്രസൻറ്റേഷനിൽ അദ്ദേഹം അങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഏറ്റവും മികച്ചൊരു ബോളർ നമ്മുടെ കയ്യിലുണ്ടായിട്ട് പോലും അത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ടീം ഇന്ത്യയിൽ സുപ്രധാനമായിട്ടുള്ള 3 ചേഞ്ചസുമായിട്ടാണ് രണ്ടാമത്തെ ടെസ്റ്റിന് അവർ ഇറങ്ങിയേക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുംറ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു ബുംറയുടെ അഭാവത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബുംറയ്ക്ക് പകരം ആകാശ് ദീപിനെയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ ഷർദൂർ ഠാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ, അതുപോലെ തന്നെ സായ് സുദർശനും ടീമിൽ നിന്ന് പുറത്തുപോയി. ഈ ഒരു മത്സരത്തിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഒരു പ്ലെയറെ പുറത്തിരുത്തുക എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സർഫറാസ് ഖാൻ ആയാലും ആഭ്യന്തര ക്രിക്കറ്റിൽ കൺസിക്യൂട്ടീവായിട്ട് 3-4 സീസണൊക്കെ ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടാണ് അവർക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ 1-2 മാച്ചസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അപ്പോൾ ടീമും തട്ടുവാണ്. എന്തായാലും സായ് സുദർശൻ ഈ ഒരു മത്സരത്തിൽ ഉൾപ്പെടുത്തിയില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഭയങ്കര യങ് ഏജാണ്. അപ്പോൾ ഒരു ഭാവിയിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് അവസരം കിട്ടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇന്ത്യയെ ബാറ്റിങ്ങിന് വിട്ടത് ഒരു നല്ല തീരുമാനമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് തുടക്കത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്. ക്രിസ് വോക്സ് നല്ല വളരെ മികച്ച രീതിയിൽ ആദ്യത്തെ ഓവറുകൾ എറിയുന്നത്. അതുപോലെ തന്നെ കാർസും ഈ ജയ്സ്വാളൊക്കെ ഒരു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്നത്. അമ്പയർ സ്കോളായിട്ട് അല്ലെങ്കിൽ 2 തവണ LB ആയതാണ് അദ്ദേഹം. KL രാഹുലിൻ്റെ വിക്കറ്റ് വേഗം തന്നെ പുറത്താവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓവർ ഡിഫെൻസീവ് കൈൻഡ് ഓഫ് പ്ലേ ഇന്നലെ ദോഷം ചെയ്തു എന്ന് തന്നെയാണ് പറയും. ക്രിസ് വോക്സിൻ്റെ പന്തിൽ ബോൾഡായിട്ട് അദ്ദേഹം പുറത്താവാണ്. പക്ഷെ പിന്നീട് കരുൺ നായർ അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ അവരുടെ ഒരു ബാറ്റിംഗ് അപ്രോച്ച് എന്തായാലും എടുത്ത് പറയണം. കാരണം ഒട്ടും ഡിഫെൻസീവ് ആവാതെ ഒരു ഓടി സ്റ്റൈലിൽ തന്നെയാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തത്. കരുൺ നായർ ഇന്നിങ്സ് വളരെ കിടിലൻ സ്റ്റാർട്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ കാർസിൻ്റെ ഒരു ബൗൺസിൽ ക്ലൂലെസ് ആയിട്ട് പോയി അദ്ദേഹം. ബ്രൂക്കിൻ്റെ ഒരു സിമ്പിൾ ക്യാച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇന്നിങ്സ് തന്നെ അദ്ദേഹത്തിനെ എക്സ്പെക്ട് ചെയ്തതാണ്. പിന്നീട് വന്ന ഋഷഭ് പന്ത് ആയാലും അദ്ദേഹം സ്ഥിരം ശൈലി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കി അവരുടെ ഒരു ട്രാപ്പിൽ വീണു എന്ന് തന്നെ പറയാം. പക്ഷെ പിന്നീട് ഗില്ലിൻ്റെ സത്യം പറഞ്ഞൊരു റിഡംഷൻ തന്നെയാണ് ഈ ഒരു സീരീസ് എന്ന് തോന്നുന്നു. കാരണം ഓവർസീസിൽ ഒരു പ്രത്യേകിച്ച് യാതൊരു പറയത്തക്ക ഒരു റെക്കോർഡും ഇല്ലാത്ത ഗാബയിലടിച്ചിട്ട് 91ൻ്റെ പേരിൽ മാത്രം ഇത്രയും നാൾ ടീമിൽ നിന്നൊരു പ്ലെയറാണ് ഗില്ല്. ആ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയോടും കിട്ടിയതിൽ ഒരുപാട് അമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക്. പക്ഷേ ഈ ഒരു സീരീസിൽ ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ബാറ്റർ ഗില്ല് തന്നെയാണ്. ഫസ്റ്റ് ടെസ്റ്റിലും അതുപോലെ 2ാമത്തെ ടെസ്റ്റിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ച് കഴിഞ്ഞു. ഇപ്പം 114 റൺസുമായിട്ട് ഇപ്പോൾ അദ്ദേഹം ക്രീസിൽ തുടരുകയാണ്. അതുപോലെ തന്നെ രവീന്ദ്രയുടെ 41 റൺസുമായിട്ട്. ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 310 റൺസിന് 5 വിക്കറ്റായിട്ട് അത്യാവശ്യം നല്ലൊരു നിലയിൽ തന്നെയാണ് ഇന്ത്യ. ജഡേജ ആയാലും അതുപോലെ തന്നെ ഗില്ലായാലും അത്യാവശ്യം സെറ്റായി കഴിഞ്ഞു. അവരിൽ നിന്ന് ഇനിയും ഒരുപാട് റൺസ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ കേസാണ് കുറച്ച് വിഷമമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഒരു നിർഭാഗ്യകരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഔട്ടായി പോയത്. പന്ത് ലീവ് ചെയ്ത് അത് സ്റ്റിക്ക് എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ക്രിസ് വോക്സിൻ്റെ ബോളിൽ. ഇന്നലെ ജോഷ് ടങ്ക് ഫസ്റ്റ് ടെസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത ബോളറായിരുന്നു. അദ്ദേഹത്തിന് എന്തായാലും മോശം ദിനമായിരുന്നു. പകരം ക്രിസ് വോക്സ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അതുപോലെ തന്നെ കാർസും. അതുപോലെ തന്നെ ഇന്നലെ സ്റ്റോക്സിൻ്റെ ക്യാപ്റ്റൻസി അതെടുത്ത് പറയണം. ഇന്നലെ ഋഷഭ് പന്തിൻ്റെയൊക്കെ വിക്കറ്റ് എടുത്ത് ഷോയിബ് ബഷീറിനെ കൊണ്ട് കൃത്യമായ രീതിയിൽ ഫീൽഡ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു പന്തിനെ ട്രാപ്പ് ചെയ്ത ആ ഒരു രീതിയൊക്കെ വളരെ മികച്ച തന്നെയായിരുന്നു. എന്നാൽ പോലും 400-ന് മുകളിലൊരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ പോയാലും അതൊരു മികച്ച ഫസ്റ്റ് ഇന്നിംഗ് സ്കോറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എഡ്ജ്ബാസ്റ്റണിലെ പിച്ച് അങ്ങനെയാണ്, അത് വളരെ റണ്ണൊഴുകുന്ന പിച്ചാണ്. ഇംഗ്ലണ്ട് ചേസിങ് തിരഞ്ഞെടുത്ത പോലെ ആ ഒരു കാരണം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എനിവേ ഒരു തർക്കമില്ലാത്തൊരു നല്ല സ്റ്റാർട്ട് തന്നെയാണ് ഇന്ത്യക്ക് നിലയിൽ കിട്ടിയേക്കുന്നത്. ഒരു 400-ന് മുകളിലോ 500-ന് മുകളിലോ ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്തായാലും ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ അല്ലെങ്കിൽ ബോളേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബോളിങ്ങിന് നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബുംറ ഇല്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയാണ്. ആദ്യത്തെ ഓവറുകളിൽ ബുംറ ഉണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുത് തന്നെയാണ്. പക്ഷേ ഇത്തവണ അത് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്ന് തന്നെ പറയും ടീമിൽ. അപ്പോൾ ബാക്കി ബോളേഴ്സ് അതിൻ്റേതായിട്ടുള്ളൊരു ഉത്തരവാദിത്തം കാണിച്ചു തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്റിംഗ് നിന്ന് തന്നെയായിരിക്കും ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി വാഷിങ്ടൺ സുന്ദർ കൂടിയും ബാറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു മികച്ച ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ തന്നെ സെറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ബോളിങ്ങിൽ നമുക്ക് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും നല്ല റെക്കോർഡുള്ള ഒരു ഗ്രൗണ്ടാണ് എഡ്ജ്ബാസ്റ്റൺ എന്ന് പറയുന്നത്. ഇന്നലെ മറ്റ് വിഷമകരമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 87 റൺസിലാണ് ഇന്നലെ യശസ്വി ജയ്സ്വാൾ ഔട്ടായത്. ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 2000 റൺസ് നേടുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് വെറും 10 റൺസിനാണ് അദ്ദേഹത്തിന് നഷ്ടമായത്.
97 റൺസ് ഇന്നലെ ഇദ്ദേഹം എടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും വേഗത്തിൽ 2000 റൺസ് അയക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ റെക്കോർഡ് സ്വന്തം വേലാക്കായിരുന്നു. നിർഭാഗ്യത്തിന് അത് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഒരു 50 കൂടി സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഒരു സെന കൺട്രിയിൽ കൺസിക്യൂട്ടീവായിട്ട് ഏറ്റവും കൂടുതൽ 50+ സ്കോർ എന്ന റെക്കോർഡ് ഋഷഭ് പന്തിൻ്റെ പേരിൽ വരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്, പക്ഷേ അത് ഷെയർഡാണ്. അപ്പോൾ അങ്ങനെ 2 റെക്കോർഡ് തലനാരിഴയ്ക്ക് വ്യത്യാസത്തിൽ അതുപോലെ തന്നെ നഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഗില്ല് തൻ്റെ 16ാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ കരിയറിൽ നേടുന്നത്. 25ാമത്തെ വയസ്സിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിരിക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ 16 സെഞ്ചുറിയുമായിട്ട് ഗില്ല് 3ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്തുള്ളത് 26 സെഞ്ചുറിയുമായിട്ട് കോഹ്ലിയും 1ാം സ്ഥാനത്തുള്ളത് 40 സെഞ്ചുറിയായിട്ട് സച്ചിനുമാണ്. അപ്പോൾ സച്ചിനും 2ാം സ്ഥാനത്തുള്ള കോഹ്ലിയും സച്ചിനും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 25 വയസ്സിനുള്ള എത്രത്തോളം പീക്ക് ലെവലായിരുന്നു സച്ചിൻ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ റെക്കോർഡൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. എനിവേ താങ്ക് യു.